Hey, hello, welcome back to wanderlustcasa. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്ന് നിങ്ങളെ എൻ്റെ കൊച്ചു ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്, ഞങ്ങളുടെ ബാൽക്കണി ഗാർഡനിലേക്ക്. അപ്പോൾ നമ്മളുടെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഗാർഡൻ ഒന്ന് കാണിക്കാമോ എന്ന്. അതിലുള്ള കുറച്ച് ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഗാർഡനാണിത്. അങ്ങനെ ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയാനുള്ള ചെടികളൊന്നുമില്ല, കൂടുതലും ലീഫി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണുള്ളത്. അപ്പോൾ ഇത് മണി പ്ലാന്റ് ആണ്, കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും കാണുന്നൊരു മണി പ്ലാന്റ് ആണ്. പിന്നെ ഉള്ളത് കുറച്ച് ഓർക്കിഡിൻ്റെ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ഓർക്കിഡാണ്. ഇത് രണ്ടും നമുക്ക് സാധാരണ എല്ലാ വീടുകളിലും കാണുന്ന ഒരു ഓർക്കിഡാണിത്, മരത്തിലൊക്കെ വെച്ചേക്കുന്ന ഒരു ഓർക്കിഡ്. അതിലൊരു മഞ്ഞ കളറിലെ ഫ്ലവറാണ്, കുഞ്ഞി പൂക്കൾ, നല്ല രസമാണിത് കാണാനായിട്ട്. ഇതൊരു വയലറ്റ് കളറിലെ ഓർക്കിഡാണ്. പിന്നെ ഇതും എല്ലാ വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, മരത്തിലൊക്കെ പിടിപ്പിച്ചേക്കുന്നതായിട്ട്. അതൊരു യെല്ലോ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. പിന്നെ ഗ്രീൻ പോത്തോസാണ്. അതുപോലെ ഓർക്കിഡും ഉണ്ട്. പിന്നെ ഉള്ളത് മോൺസ്റ്ററ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് പിടിച്ച് വരുന്നതേ ഉള്ളൂ, നമുക്ക് പ്ലാന്റ് ഹണ്ടിങ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അതുപോലെ കുറച്ച് ലക്കി ബാംബൂസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാം കുറേ ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. എൻജോയ് പോത്തോസ്. ഇതൊരു ഭയങ്കര ക്യൂട്ടായിട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ. എൻജോയ് പോത്തോസിൻ്റെയൊക്കെ ഒരു വെറൈറ്റി പോലെ തോന്നും, പക്ഷെ ഇത് നല്ലോണം പൊങ്ങുന്നൊരു ചെടിയാണ്. ഇത് വന്നിട്ട് അറേസിയയുടെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഉള്ളത് കുറച്ച് ഫോത്തോസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറിയ കപ്പിലാക്കി ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ക്രാഡിൽ മോസസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്തുള്ള ലീഫ് എന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ കളറാണ്. ഇത് റീസെൻ്റ് ആയിട്ട് നമുക്ക് ഹണ്ട് ചെയ്ത് കിട്ടിയതാണ്. വാട്ടർമെലൺ പീലിയ, അതുപോലെ ആരോ ഹെഡ് ഉണ്ട്, പിന്നെ ഫോത്തോസ്, ലെമൺ ഫോത്തോസ് ആണ്. ഈ ഫോത്തോസ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെറിയ ഐസ്ക്രീം ബൗൾസിലാണ്. ഇതിൻ്റെ ആ കപ്പ് ഞാൻ തന്നെ അതിൽ ഡിസൈൻ ചെയ്തെടുത്താണ്. പിന്നെയുള്ള ആരോ ഹെഡ് പ്ലാന്റ് ആണ്. ഇതൊരു ചെറിയ തണ്ടാണ് കിട്ടിയേക്കുന്നത്. ഇത് 10 മണിച്ചെടിയുടെയൊക്കെ ഒരു വെറൈറ്റിയാണ്, പക്ഷെ ഇതിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവാറില്ല, അതിൻ്റെ ഉണ്ട്. പിന്നെ ഒരു ആൽഗ പ്ലാന്റ് ഉണ്ട്, ഇത് ആൽഗയാണ്. പിന്നെ കലാത്തിയ, അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു ലെമൺ കളറിലെ വെറൈറ്റിയാണ്. ബിഗോണിയ ഉണ്ട്. ബിഗോണിയൊക്കെ കുറച്ച് ആയുള്ളൂ വെച്ചിട്ട്. സി പ്ലാന്റ് ആണ്, അത് വളർന്നു വരുന്നേ ഉള്ളൂ. പിന്നെ പർപ്പിൾ ഫോലിയേജ് ഉണ്ട്, സിങ്കോണിയ ഉണ്ട്, കോളസ് പ്ലാന്റ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി. ഇത് ഇടയ്ക്ക് കിട്ടിയൊരു ചേമ്പാണ് കേട്ടോ. ഈ കോളസ് പ്ലാന്റിന് നമ്മൾ റെഗുലറായിട്ട് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അത് ഇതുപോലെ ഉണങ്ങിപ്പോവും. ഞാൻ ഇടയ്ക്ക് വെള്ളം ഒഴിക്കാൻ വിട്ടുപോകുന്ന ദിവസങ്ങളിലാണ് അതിങ്ങനെ പാടി നിൽക്കാറുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഈ കപ്പൊക്കെ ഞാൻ ചെയ്തെടുത്തതാണ്, ഞാൻ തന്നെ അതിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഈ കപ്പിലെല്ലാം. ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ല, പിലോണിയ എന്നാണ് ഗൂഗിൾ ലെൻസിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റീസെൻ്റായിട്ട് ഒരു വീട്ടിൽ പോയപ്പം കിട്ടിയതാണിത്. ഇതിലും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്, ഒരു പിങ്ക് ഷെയ്ഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത്. അതേപോലെ കുറച്ച് ടട്ടിൽ വൈൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇത് ഡിസീഡിയ പ്ലാന്റിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വരും. അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഓർക്കിഡാണ്, ഓറഞ്ച് കളറിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ്. പിന്നെ നമ്മുടെ തെർമോക്കോൾ പീസ് ഇരിപ്പുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് ടട്ടിൽ വൈൻസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ടട്ടിൽ വൈൻസ് ആകെ ഉണങ്ങിപ്പോയി, മഴ ഇല്ലാഞ്ഞുകൊണ്ട്. പിന്നെ ഇത് കുറച്ചൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ നമ്മുടെ ബാൽക്കണിയുടെ 2 എൻഡിലായിട്ട് ഞാനിതുപോലെ ഫോത്തോസ് ഒരു കലത്തിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വൂളൻ ത്രെഡിലാണ് ഇത് ഹാങ് ചെയ്തേക്കുന്നത്. എൻജോയ് ഫോത്തോസും ലെമൺ ഫോത്തോസും ഉണ്ട്. അതിങ്ങനെ ഞാനൊന്ന് ചെയ്തെടുത്തതാണ്. ഇത് മാക്രമേൻ ത്രെഡിൽ ചെയ്ത വേറൊരു ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഒരു കോർണറിലാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പാടാണ് കേട്ടോ ചെയ്യാനായിട്ട്, നല്ല ക്ഷമയുണ്ടെങ്കിലേ ഇത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞങ്ങളുടെ വീട്ടിലെ ആകപ്പാണ് ഒരു സ്ഥിരമായിട്ട് പൂക്കുന്നതെന്ന് പറയുന്ന ഈ ഒരു കൊന്നയാണ്. ഇത് എപ്പോഴും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിലും കൊന്ന പൂക്കാറുണ്ട്. ഇതിൽ തന്നെ ഞാനൊരു മണി പ്ലാന്റിൻ്റെ ഹാങ്ങർ റീസെൻ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്ന് അപ്ലോഡ് ചെയ്യാം, ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഞാൻ ചെയ്തിട്ടൊരു ഡ്രീം ക്യാച്ചർ ഇവിടെ കിടപ്പുണ്ട്, ആകെ പൊടി പിടിച്ച്
കുറച്ച് ഭംഗിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും അത് ഞാൻ അവിടെ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഹണ്ട് ചെയ്ത് കിട്ടിയത്. അതിൽ വാണ്ടറിങ് ജൂ ഉണ്ട്. ഈ വാണ്ടറിങ് ജൂ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ സർഫ് എക്സലിൻ്റെ ബോട്ടിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് പീലിയയുടെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ലീഫിനൊരു പർപ്പിൾ ഷെയ്ഡാണ്. അപ്പോൾ അതും ഒന്ന് റീപ്ലാന്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഫിലോഡെൻഡ്രോൺ വെച്ചേക്കുന്നതാണ്. ഹേർട്ട് ഷേപ്പിലെ ഫിലോഡെൻഡ്രോൺ ആണ്. വാണ്ടറിങ് ജൂ വെച്ചിട്ടുണ്ട്. പിന്നെ ടിയർ ഗ്ലാൻഡ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ബേബി ടിയേഴ്സ് എന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അങ്ങനെയാണ് ഗൂഗിൾ ലെൻസിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അത് മാത്രമാണ് നന്നായിട്ടൊന്ന് പിടിച്ചു വന്നത്. ഇത്രയാണ് വെറൈറ്റീസ് ഉള്ളത്. പിന്നെ ഉള്ളത് കുറച്ച് സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. ഇത് 3 വെറൈറ്റി ഞാൻ ഒരുമിച്ചാണ് നട്ടേക്കുന്നത്. ഇത് ഞാൻ കട്ടിങ്സ് വെച്ച് നട്ടത് കൊണ്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ശരിയും ആക്ച്വലി ഇതിൻ്റെ ബോർഡറിൽ ഒരു യെല്ലോ കളറുണ്ട്. പക്ഷേ അത് കട്ടിങ് ഞാൻ വെച്ചത് കൊണ്ട് അത് വളർന്നു വന്നപ്പം സാധാ കാണുന്ന അതേപോലെ ആയിപ്പോയി. പിന്നെ ഉള്ളത് സ്പൈഡർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ സ്പൈഡർ പ്ലാന്റ് ഇടയ്ക്ക് പൂക്കാറുണ്ട്. ഈ ഒരു പോട്ടിൽ ഞാൻ 3 എണ്ണമാണ് നട്ടേക്കുന്നത്. അപ്പോൾ ഇത് പിലാന്തസിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ ബേബി റബ്ബർ പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഇത് 3 ഒരുമിച്ചാണ് പോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് ഫിലോഡെൻഡ്രോൺ ആണ്. അതിൻ്റെ ഒരു വെറൈറ്റിയാണുള്ളത്. ഈ ഫിലോഡെൻഡ്രോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ഗ്ലേസിങ് ആണ് എൻ്റെ ലീഫ്. പിന്നെ അരേലിയയുടെ വെറൈറ്റി ആണുള്ളത്. ഇത് ഞാൻ ശരിക്കും പോയെന്ന് വിചാരിച്ചൊരു പ്ലാന്റ് ആണ്. അപ്പം 2 ആഴ്ച ആയുള്ളൂ ഇതിങ്ങനെ അവിടെ ആ മണ്ണിൽ തന്നെ കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പൊട്ടി മുളച്ച് വരുന്നതാണ്. ആരോ ഹെഡ് പ്ലാന്റ് ആണ്. പിന്നെയുള്ളത് അത് ഞാൻ ഇതുപോലെ കപ്പിൽ അറേഞ്ച് ചെയ്ത് വെർട്ടിക്കൽ ഗാർഡനിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ഹണ്ട് ചെയ്തപ്പം കിട്ടിയതാണ്. എപ്പീഷ്യയുടെ ഒരു വെറൈറ്റിയാണ്. റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പെപ്രോമിയ പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു കാക്ടസ് പോലെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ്. ധാരാളം വെള്ളം വേണം ഇതിന്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കണം. പിന്നെയുള്ളത് യൂഫോബിയ പ്ലാന്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തൈ വന്നിട്ടുണ്ട്. ഈ കലയുടെ നിങ്ങൾ നമ്മുടെ ഹണ്ടിങ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആ ഹണ്ട് ചെയ്ത് അത് ഇത്രയും വളർന്നിട്ടുണ്ട്. പിന്നെ ഇത് എപ്പീഷ്യയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇതും 4000 തന്നെ ഒരു വെറൈറ്റിയാണ്. പിന്നെ കുറേ ഉള്ളത് 10 മണിച്ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാൻ വൈകുന്നേരം എടുക്കുന്നതുകൊണ്ട് പ്ലാന്റിൻ്റെ ഫ്ലവറൊക്കെ അങ്ങ് വാടിപ്പോയി. പിങ്ക്, റോസ്, വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, ഒരു പർപ്പിൾ ഷെയ്ഡ്, 10 മണിയുടെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന 2-3 കളേഴ്സും ഉണ്ട്. അപ്പോൾ ഇതൊരു പീച്ച് കളറാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ. പീച്ച് കളറുണ്ട്. അതുപോലെ വൈറ്റ് കളറും ഉണ്ട്. അതുപോലെ ഡാർക്ക് റോസും ഉണ്ട്. ഡാർക്ക് റോസ് വാടിപ്പോയി. അങ്ങനെ കുറച്ച് വെറൈറ്റീസാണ് ഉള്ളത് 10 മണിയുടെ. അത് എപ്പീഷ്യ പ്ലാന്റ് ആണ്. കൂടുതലായി ഞാൻ വെർട്ടിക്കൽ ഗാർഡൻസ് പോലെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു ഹേർട്ട് വെറൈറ്റിയാണ്. അതുതന്നെയാണ് 2 പോട്ടിലും വെച്ചേക്കുന്നത്. പിന്നെ സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്. ഈ പോട്ടിലുമൊക്കെ നമ്മൾ ഇതുപോലത്തെ ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ചെയ്തതാണ് ഇതേപോലത്തെ ഡെക്കറേഷൻസൊക്കെ. അതുപോലെ മുല്ലയുണ്ട് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് പൂവിടാറുണ്ട്. അപ്പം ഞാൻ വെട്ടി കൊടുത്തേക്കുവാണ് മുല്ല. പിന്നെ ബേബി ടിയേഴ്സ് എന്ന് പറയുന്ന പീലിയയുടെ ഒരു വെറൈറ്റി ഉണ്ട്. ടർട്ടിൽ വേണ്ടി ആ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ നിന്ന് ഹാങ് ചെയ്ത് വരുന്നുണ്ട്. ഇതും നമുക്ക് ഹണ്ട് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഹണ്ടിങ് വീഡിയോയിലൊക്കെ. മിക്ക ഹണ്ടിങ് വീഡിയോയിലും കിട്ടിയിട്ടുള്ളൊരു പ്ലാന്റാണ് സിങ്കോണിയത്തിൻ്റെ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബാൽക്കണി ഗാർഡൻ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. നമ്മൾ കൂടുതലും വെർട്ടിക്കലിയാണ് ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ വേസ്റ്റായിട്ട് വരുന്ന ബോട്ടിൽസിലും ഐസ്ക്രീം ബാസ്ക്കറ്റ്സിലും ഒക്കെയാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ സെറ്റ് ചെയ്തതാണ് ഈ ഒരു ആർട്ട്. എംറ്റി പെയിൻറ്റ് ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊന്ന് ഹാങ് ചെയ്തതാണ് ബാൽക്കണിയിലേക്ക്. ഇന്നത്തെ ഈ ഗാർഡൻ ഐഡിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി കാണും അല്ലേ? സോ നെക്സ്റ്റ് വീക്ക് നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.